പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചെലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ.